പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബയോഗ വാർഷികത്തിന്റെ ആരംഭിക്കുകയാണ്. വിശിഷ്ടാതിഥികൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ കുടുംബയോഗത്തിന്റെ പ്രസിഡന്റ് ശ്രീ ജോസൻ ജോസഫിനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യോഗ ഉദ്ഘാടകൻ അകലക്കുന്നം ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയ പ്രസിഡന്റ് ശ്രീ സുനിൽ തോമസ് മാമ്പഴയെ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുക. കുടുംബയോഗ വാർഷികത്തില് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന അനികാട് സെന്റ് മേരീസ് ചർച്ചിന്റെ വികാരി റവറൻ ഫാദർ സെബാസ്റ്റ്യൻ കൊല്ലംകുന്നലിനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കുടുംബയോഗത്തിന്റെ ഡയറക്ടറി പ്രകാശനം ചെയ്യുന്ന പെരിയ ബഹുമാനപ്പെട്ട ഫാദർ എബ്രാഹിം പെരിയലക്കാട് CMIയെ ആദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്ന അകലക്കുന്നം ഗ്രാമപഞ്ചായത്തിന്റെ വാർഡ് മെമ്പർ ശ്രീ രഘു KK സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വൈസ് പ്രസിഡന്റ് നമ്മുടെ പ്രിയങ്കരനായ MA ജെയിംസിനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കുടുംബയോഗത്തിന്റെ ട്രഷറർ ശ്രീ ജിമ്മി ജേക്കബിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ, സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ, അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ, എഴുവാൻ മാവികാശ വീശുന്ന മോഹന ദിവ്യഗാനമേ, പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. മാരാങ്കുഴിയിൽ കുടുംബത്തിൽ നിന്നാണ് വേർപിരിഞ്ഞു പോയ നമ്മുടെ ആദരണീയരായ പിതാക്കന്മാരുടെയും മാതാപിതാക്കളുടെയും സഹോദരി സഹോദരന്മാരുടെയും ഓർമ്മയ്ക്ക് മുമ്പിൽ നമ്മൾ ആദരാഞ്ജലി അർപ്പിക്കാനുള്ള ഒരു സമയമാണ്. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട കുടുംബ അംഗങ്ങളെ, ഇന്നേ ദിവസം മാരാങ്കുഴി കുടുംബയോഗത്തിൻ്റെ എല്ലാ അംഗങ്ങൾക്കും ഇവിടെ ഒത്തുചേരുവാനായിട്ട് സാധിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു കല്യാണം അറ്റൻഡ് ചെയ്യാനായിട്ട് ഈ മഞ്ഞാമറ്റത്ത് ഞാൻ വന്നിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു 20-30 വർഷത്തോളമായി. അന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ നോട്ടീസ് ബോർഡിൽ കുറേ പിള്ളേരുടെ പേര് കണ്ടു. ഇന്ന പേരുകൾ ഞാൻ ഓർക്കുന്നില്ല. മാരാങ്കുഴി ഒരു 4-5 മാരാങ്കുഴി കാണാൻ സാധിച്ചു. ഒത്തിരിയധികം സന്തോഷം തോന്നി. കാരണം വീട്ടിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നമുക്കറിയാവുന്നത് ചാച്ചൻ്റെ ചേട്ടൻ, അല്ലെങ്കിൽ ചാച്ചൻ്റെ അനിയന്മാർ, ചാച്ചൻ്റെ പെങ്ങൾ, ആ ഒരു മാരാങ്കുഴി കുടുംബത്തിലെ അംഗങ്ങളെയും അവരുടെ മക്കളെയും നമുക്കറിയുള്ളായിരുന്നു. അന്ന് ഞാനിങ്ങനെ ഈ കാര്യം വീട്ടിൽ ചാച്ചനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, നമ്മുടെ അപ്പൻ്റെ ചേട്ടന്മാർ, അതായത് വല്യപ്പൻ്റെ ചേട്ടാനിമാരും മക്കളുമൊക്കെ അവിടെയുണ്ട്,
ഇന്നടത്തുണ്ട്. പക്ഷേ ആരുമായിട്ടൊന്നും നമുക്ക് പരിചയമില്ല. ആരെയും കാണാനോ പോയി സംസാരിക്കാൻ ഇടപെടാനുള്ള ഒരു അവസരമില്ല, അതിനുള്ള സമയമില്ല, നമ്മൾ സമയം കണ്ടെത്തിയിട്ടുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ വർഷങ്ങൾക്ക് ശേഷം ഒരു 4-5 വർഷം മുമ്പ് നമ്മുടെ ഇപ്പോഴത്തെ പ്രിയപ്പെട്ട പ്രസിഡന്റ് കുഞ്ഞോൻ ചേട്ടൻ ഒരു സുപ്രഭാതത്തിൽ വിളിക്കുന്നു, ജെയിംസേ, എൻ്റെ പേര് ജോസൻ എന്നാണ്, ഞാൻ മാരാങ്കുഴി ഇന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്. നമ്മൾക്ക് മാരാങ്കുഴി കുടുംബയോഗം ഒന്ന് ഫോം ചെയ്യണ്ടേ, എല്ലാ മാരാങ്കുഴിക്കാരും ആയിട്ടൊന്ന് മീറ്റ് ചെയ്യണ്ടേ. ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ്, തീർച്ചയായിട്ടും നമുക്ക് കൂടണം, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി, നമുക്ക് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഇന്ന് ഈ കുടുംബയോഗം. നമ്മളിപ്പോൾ പല യോഗങ്ങളും നടത്തി, കുടുംബ വാർഷിക യോഗങ്ങൾ നടത്തി, വളരെ നന്നായിട്ട് അതൊന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകം അദ്ദേഹത്തിന് ആശംസകളും നന്ദിയും അറിയിക്കുകയാണ്. ഇപ്പോൾ ഈ വർഷം ആനിക്കാട് പള്ളി പെരുന്നാളും കുഞ്ഞോഞ്ചേട്ടനാണ് നടത്തുന്നത്. വെറും ഒരു പെരുന്നാൾ നടത്തുന്നതിനുപരി ഒരു പാവപ്പെട്ട ഒരു അത്യാവശ്യമുള്ള ഒരു കുടുംബത്തിനൊരു ഭവനം കൂടി പണിത് കൊടുത്തുകൊണ്ടാണ് ഈ മംഗളകർമ്മം അദ്ദേഹം നടത്തുന്നത്. അദ്ദേഹത്തിന് പ്രത്യേകമായ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ഈ കുടുംബയോഗത്തിലേക്ക് എല്ലാ കുടുംബ അംഗങ്ങളുടെയും എൻ്റെയും പ്രത്യേക പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് ഉദ്ഘാടകനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ശ്രീ സുനിൽ തോമസ് മാമ്പുഴയാണ്. മൂലമുണ്ടയിൽ കുടുംബയോഗത്തിൻ്റെ ഒരു ശാഖയായ മൈലാടിയിൽ കുടുംബത്ത് ആ സന്താന പരമ്പരയിലുള്ള ആളാണ് ശ്രീ സുനിൽ തോമസ് സാർ. ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ്, അകലക്കുന്നം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. നമുക്കറിയാം, നമ്മുടെ ഒരു കുടുംബശാഖ തന്നെയാണ് എങ്കിൽ പോലും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വളരെയധികം തിരക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും സമയത്തിന് തന്നെ എത്തി, നമ്മൾ ഇച്ചിരി ലേറ്റായി, ക്ഷമിക്കണം, എങ്കിലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിന് ഇരിക്കുകയും വരികയും ഉദ്ഘാടനത്തിന് വേണ്ടി എത്തുകയും ചെയ്ത ശ്രീ സുനിൽ തോമസ് സാറിന് പ്രത്യേകമായി സ്വാഗതം പറയുന്നു. അനുഗ്രഹ പ്രഭാഷണത്തിനായി വന്നിരിക്കുന്നത് ആനിക്കാട് സെൻറ്റ് മേരീസ് ചർച്ചിലെ വികാരിയച്ഛനാണ്, ഫാദർ സെബാസ്റ്റ്യൻ കൊല്ലംകുന്നേൽ. ആനിക്കാടുകാർക്ക് ഈയിടെ ആയിരിക്കും വികാരിയച്ഛനെ അറിയുന്നത്. 10-25 വർഷം മുമ്പ് മുതൽ ഞങ്ങളുടെ ഇടവക വികാരിയായിരുന്നു, ചിന്നാറിൻ്റെ വികാരിയായിരുന്നു കൊല്ലംകുന്നേൽ അച്ഛൻ. അച്ഛനെ ഇവിടെ വെച്ച് കണ്ടപ്പം നമ്മുടെ ചേട്ടത്തിമാരെല്ലാം ഓടിച്ചെന്നു, അച്ഛാ അറിയുമോ. അപ്പോൾ ഇത് കുര്യാച്ചൻ, ഇത് കുട്ടിച്ചൻ, ഇത് സണ്ണി, ജെയിംസ് എല്ലാം ഇപ്പോഴും ആ ഓർമ്മയിൽ, ഞങ്ങളുടെയൊക്കെ അച്ഛൻ്റെ ഹൃദയത്തിൽ ഓർമ്മയിലുണ്ട് എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. അച്ഛാ പ്രത്യേകം നന്ദി. ഞായറാഴ്ച എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു വികാരിച്ചന് എത്രമാത്രം തിരക്കുള്ള ഒരു ദിവസമാണെന്നുണ്ട്. സാധാരണക്കാർക്ക് ഓഫീസിൽ പോകുന്നവരുടെ തിരക്കിനേക്കാൾ ഇരട്ടിയാണ് ഒരു ഞായറാഴ്ച ഒരു വൈദികന്. ഇത്രയൊക്കെ തിരക്കുണ്ടായിട്ടും ഈ കുടുംബയോഗത്തിലേക്ക് ഒരു അനുഗ്രഹ പ്രഭാഷണം നടത്തുവാനായിട്ട് അങ്ങ് എത്തിച്ചേർന്നതിന് നന്ദി പറയുന്നു. പ്രിയപ്പെട്ട അച്ഛനെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഡയറക്ടറി, പ്രത്യേകിച്ച് നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൻ്റെയും അതിനകത്ത് എടുത്തു പറയേണ്ടത് പ്രസിഡൻറ്റും സെക്രട്ടറിയും ക്യാഷറും കൊച്ചേട്ടൻ ഇവരെല്ലാമാണ്. ഡയറക്ടറി നമ്മുടെ അച്ചടിച്ച് വന്നിട്ടുണ്ട്. എല്ലാ വിവരങ്ങളും അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അന്ന് പ്രകാശനം ചെയ്യാനായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട പെരികലക്കരോട്ട് അച്ഛൻ എത്തിയിരിക്കുന്നത്. നമ്മുടെയും ഒരു സഹോദര കുടുംബ അംഗമാണ്. അദ്ദേഹം ഇപ്പോൾ റെസ്റ്റിലാണ്. അദ്ദേഹം ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടായിട്ടും ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് കുടുംബയോഗത്തിലേക്ക് എത്തിച്ചേർന്നതിന് നന്ദി പറയുകയും സ്നേഹപൂർവ്വം അച്ഛനെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ആശംസ അർപ്പിക്കുന്നതിനായിട്ട്
അകലക്കുന്നം ഗ്രാമപഞ്ചായത്ത് ശ്രീ രഘു കെ എത്തിച്ചേർന്നിട്ടുണ്ട്. പൊതുപ്രവർത്തകനായ അദ്ദേഹത്തിന് നമുക്കറിയാം, ഒരു വാർഡ് മെമ്പർ എന്നൊക്കെ പറയുമ്പോഴത്തേനും നല്ല തിരക്കുണ്ട്. എങ്കിലും മാരാങ്കുഴി കുടുംബത്തെയും അറിയുകയും അയലോക്കമാണ്, അറിയുകയും ചെയ്യാം. നമ്മുടെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം സഹകരിക്കുകയും സമയത്തിന് മുമ്പ് തന്നെ, സാധാരണഗതിയിൽ പൊളിറ്റീഷ്യൻസൊക്കെ വരണമെങ്കിൽ സംഗതി ഒരു 10 മണി പറഞ്ഞാൽ 10:30 അവർ എത്തും. പക്ഷേ നമ്മൾ 10 മണി പറഞ്ഞിട്ട് അതിനു മുമ്പ് തന്നെ അദ്ദേഹം എത്തിച്ചേർന്നു. 11 മണിക്കാണ് നമ്മൾ നമ്മുടെ പരിപാടികൾ ആരംഭിക്കുന്നത് പോലും. എങ്കിലും നേരത്തെ തന്നെ എത്തിച്ചേർന്ന് നമ്മുടെ കൂട്ടായ്മയ്ക്ക് വന്ന ശ്രീ രഘുവിനെ ഹൃദയപൂർവ്വം ആശംസകൾ വെൽക്കം ചെയ്യുന്നു. എല്ലാവരെയും ഒന്നും കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി. നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന അകലക്കുന്നം ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ സുനിൽ തോമസ്, നമ്മുടെ ഈ കുടുംബയോഗത്തിൽ നമ്മൾക്ക് നല്ലൊരു സന്ദേശം നൽകുന്നതിനും അനുഗ്രഹങ്ങൾ നൽകുന്നതിനുമായി പ്രാർത്ഥിക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഫാദർ സെബാസ്റ്റ്യൻ കൊല്ലംകുന്നേൽ അച്ഛൻ, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള അച്ഛനാണ്. നമ്മുടെ ചിരകാലാഭിലാഷമായിരുന്ന കുടുംബ ചരിത്രത്തിൻ്റെ സംക്ഷിപ്ത രൂപവും ഒപ്പം അതോട് ചേർന്ന് ഒരു ഡയറക്ടറിയുടെ പ്രകാശനം നടത്തണമെന്നുള്ള നമ്മുടെ അതിയായ ആഗ്രഹത്തിൻ്റെ ഫലമായി 3 വർഷത്തിന് മുകളിലായുള്ള പ്രവർത്തനം നടത്തി ആ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനും അതിനു വേണ്ട നിർദ്ദേശങ്ങളും മറ്റ് ഓരോരോ കീ പോയിന്റുകളും പറഞ്ഞു തരികയും ആ കുടുംബ ചരിത്ര സംക്ഷിപ്ത രൂപത്തിനും ഡയറക്ടറിക്കും ഒരു ആമുഖം എഴുതി തരികയും ചെയ്ത് സഹായിക്കുകയും ചെയ്ത നമ്മുടെ സഹോദര കുടുംബാംഗങ്ങളിൽപ്പെട്ട ഒരാളുമായ ബഹുമാനപ്പെട്ട എബ്രഹാം പെരികലക്കാട്ടച്ചൻ, നമ്മുടെ ഈ യോഗത്തിന് ആശംസ അറിയിക്കാനെത്തിയിരിക്കുന്ന നമ്മുടെ അകലക്കുന്നം വാർഡ് 11 വാർഡ് മെമ്പർ ശ്രീമാൻ രഘു കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ കുടുംബയോഗത്തിന് ആദ്യ കാലയളവ് തൊട്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച ആ സമയം മുതൽ തന്നെ നമുക്ക് വേണ്ടിയിട്ട് അതീവ പരിശ്രമം നടത്തുകയും അതീവമായ രീതിയിലുള്ള നിർദ്ദേശങ്ങളും മറ്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും നൽകുകയും കുടുംബ ചരിത്രപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് പറഞ്ഞു തരികയും ചെയ്ത, ഇപ്പോഴത്തെ കാലത്ത് എല്ലാം കമ്പ്യൂട്ടറൈസ്ഡായിട്ട് ചെയ്യുന്ന ആ ഒരു സംവിധാനത്തിൽ ആ ഒരു കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു പ്രവർത്തനത്തിനെക്കാട്ടിലും വളരെ മെച്ചമായ രീതിയിൽ ഒരു എൻസൈക്ലോപീഡിയ പോലെ തന്നെ നമുക്ക് വേണ്ടി ഈ കാര്യങ്ങളിലെല്ലാം പറഞ്ഞു തന്ന് മനസ്സിലാക്കി തരികയും ചെയ്ത ബഹുമാന്യനായ നമ്മുടെ കൊച്ചേട്ടൻ ശ്രീ വിൻസെന്റ് തോമസ്, പിന്നീട് അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹകരിച്ച നമ്മുടെ ജോയിന്റ് സെക്രട്ടറി മുതലായവ, പിന്നെ ജിമ്മി ട്രഷറർ, ഇവരെല്ലാവരും നമ്മുടെ ഈ കുടുംബ യോഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അതീവ പരിശ്രമം നടത്തിയിട്ടുള്ളവരാണ്. അവരും ഈ വേദിയിലൂടെ ഉണ്ട്. അവരെയും ഈ കൂട്ടത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബയോഗത്തിൻ്റെ കമ്മിറ്റിക്കാരെ എല്ലാവരും, വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള എല്ലാവരും നല്ല രീതിയിലുള്ള സഹകരണം നടത്തുകയും നമ്മുടെ കുടുംബയോഗത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നല്ല രീതിയിൽ സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരും തന്നെ ഈ അവസരത്തിലൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പല ഫംഗ്ഷനുകളൊക്കെ നടക്കുന്ന ഒരു സമയമാണിതെങ്കിൽ പോലും അതെല്ലാം ഒഴിവാക്കി കഴിയുന്നത്ര ആൾക്കാർ ഇവിടെ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്. ആ കുടുംബാംഗങ്ങൾക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും കുടുംബ യോഗത്തിൻ്റെ പേരിലും എൻ്റെ പേരിലുമുള്ള നവവത്സര ആശംസകളും പ്രാർത്ഥനകളും ഈ അവസരത്തിൽ ഞാൻ അർപ്പിക്കുകയാണ്. നമ്മൾ
ബഹുമാന്യ നമ്മുടെ വൈസ് പ്രസിഡന്റ് MA സെബാസ്റ്റ്യൻ ഇവിടെ വന്നിരിക്കുന്ന വിശിഷ്ടാതിഥികളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ രീതിയിൽ ഒരു രൂപരേഖ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അച്ഛനെ സംബന്ധിച്ച് അച്ഛനെ ഈ കാര്യത്തിൽ വികാരി അച്ഛനായിട്ടൂടെ വന്നു കഴിഞ്ഞപ്പം നമ്മുടെ ഈ കുടുംബയോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അച്ഛനെ ക്ഷണിക്കാൻ ചെന്നപ്പം അച്ഛൻ ഈ മാരാങ്കുഴിയിൽ കുടുംബമാണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേ ചോദിച്ചു, ചിന്നാറുള്ള മാരാങ്കുഴിക്കാർ നിങ്ങൾ എല്ലാം ഒരു ഫാമിലിയാണോ? ഞാൻ പറഞ്ഞു അതെ. അപ്പം അവിടെയുള്ള കുട്ടിച്ചനെ എന്നെ എല്ലാവരുടെയും പേര് അച്ഛൻ വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛൻ അവിടെ ഇരുന്നിട്ടുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛൻ അവിടെ ഇരുന്നിട്ടുള്ളതാണോ? അതെ. അപ്പോൾ ആ നിലയ്ക്ക് അച്ഛൻ്റെ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ ജെയിംസ് പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ കാര്യങ്ങളും ബന്ധങ്ങളും മനസ്സിലായി. അപ്പോൾ അച്ഛന് വളരെ സന്തോഷമായി നമ്മുടെ ക്ഷണം സ്വീകരിക്കുകയും ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന് നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരാൻ അല്ലെങ്കിൽ അതിനായിട്ടുള്ള നമുക്ക് വേണ്ട സന്ദേശങ്ങൾ നൽകാനായിട്ട് ഉള്ള ഇടയുണ്ടായതില്ലേ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അതുപോലെ തന്നെ നമ്മുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും ഒത്തൊരുമയോടുകൂടി നീങ്ങുന്നുണ്ട്. ഇടയ്ക്കുള്ളൊരു കാലയളവിൽ ഒരു ശകലം പ്രവർത്തനത്തിലൊരു ചെറിയ മാന്യത സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇത് ഓരോരുത്തരും ഓരോരോ മേഖലകളിൽ തിരക്കിട്ട കാര്യങ്ങൾ ചെയ്യുന്നവരുമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നീങ്ങിപ്പോകുമ്പോൾ ഇടയ്ക്കൊരു ചെറിയ ബ്രേക്ക് പോലെ വന്നിട്ടുണ്ടെങ്കിൽ അത് സദയം നിങ്ങൾ ക്ഷമിക്കണം. ശാരീരികമായ ചില പോരായ്മകൾ കൊണ്ട് കഴിഞ്ഞ വാർഷിക സമ്മേളനത്തിൽ വെള്ളയാംകുടിയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. അന്ന് ഞാൻ ആശുപത്രിയിൽ കിടന്നുകൊണ്ട് ഒരാശംസ അറിയിക്കാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ ഒരു ആഗ്രഹവും മാതാവിനോടുള്ള ഒരു പ്രാർത്ഥനയും ഫലമായിട്ട് എനിക്കതിൽ നിന്നൊരു പുനർമോചനം ലഭിച്ചു. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒരു മെച്ചപ്പെടൽ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് വീണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ സാധിച്ചതും ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളുടെ മുന്നിൽ പ്രതിദാനം ചെയ്യാൻ അവസരം മാതാവിനോടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് എനിക്കുണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ ഈ വർഷത്തെ ആനിക്കാട് ദേവാലയത്തിലെ തിരുനാൾ ഞാൻ ഏറ്റെടുക്കുന്നതിനും എനിക്ക് പ്രചോദനം നൽകിയ ചില കാര്യങ്ങൾ എൻ്റെ ജീവിതാനുഭവങ്ങളിൽ ഉണ്ടാകുന്ന ഓരോരോ പ്രതിസന്ധികളിലും നമ്മൾ മാതാവിനെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ അതിൻ്റെ ഒരു നമ്മുടെ ഇച്ഛാശക്തിയോടുകൂടി തന്നെ നമ്മളെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ആ ശക്തി ലഭിക്കുന്നതിനുള്ള പ്രാർത്ഥന നമുക്ക് ആ മാതാവിൻ്റെ കൃപയാലെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു ബോധ്യപ്പെടലും കൂടെയാണ്. ആ ഒരു താല്പര്യത്തിൻ്റെയും അതിൻ്റെ ഒരു നന്ദി സൂചകവുമായിട്ടാണ് ഞാൻ ഈ തിരുനാൾ കാര്യങ്ങൾ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്ത് ചെയ്യുവാനുള്ള എനിക്കൊരു ഉൾവിളി ഉണ്ടായതും ഒരു വർഷം മുമ്പുണ്ടായ ഒരു യോഗത്തിൽ വെച്ച് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി ഈ കാര്യങ്ങൾ പെരുന്നാൾ സംബന്ധമായ കാര്യങ്ങൾ അങ്ങനെയുള്ള ഓരോ ചർച്ചകൾ നടന്നുകൊണ്ടിരുന്ന അവസരത്തിൽ ബഹുമാനായിരുന്ന ഇതിനു മുമ്പിലത്തെ വികാരി ജോസ് മംഗലത്തിലച്ഛൻ്റെ നേതൃത്വത്തിൽ അവിടെ നടന്ന യോഗത്തിൽ വെച്ച് എനിക്കെൻ്റെ മനസ്സിൽ തോന്നുകയും ഈ ദേവാലയത്തിലെ തിരുനാൾ മാതാവിൻ്റെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തണമെന്ന് തോന്നി. ഞാനിവിടെ എഴുന്നേറ്റ് നിന്ന് എൻ്റെ ഒരു ആവശ്യം ഇങ്ങനെ ഉന്നയിക്കുകയാണ് ഉണ്ടായത്. അത് ആ യോഗത്തിൽ വെച്ച് പള്ളിയുടെ ഭാരവാഹികളോടെ ഉണ്ടായിരുന്നൊരു യോഗമായിരുന്നു. ആ യോഗത്തിൽ വെച്ച് അച്ഛൻ്റെ അനുവാദത്തിന് വേണ്ടി ഞാൻ ചോദിച്ചു. അവിടെ വെച്ച് എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് അച്ഛൻ തന്നെ അതെന്നേരെ അംഗീകരിച്ചുകൊണ്ട് എനിക്കതിന് അനുവാദം നൽകുകയാണ് ചെയ്തത്. അച്ഛൻ പിന്നെ അവിടുന്ന് സ്ഥലം മാറി കട്ടപ്പനയിലെ ഫെറോന വികാരിയായി മാറിപ്പോയി. എങ്കിലും അതിനുശേഷം വന്ന അച്ഛൻ്റെ സഹകരണവും ആ പ്രവർത്തനങ്ങളും എനിക്ക് ഈ കാര്യങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും നല്ല രീതിയിൽ ഇതിനെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ട കാര്യങ്ങളും നിർദ്ദേശങ്ങളും നൽകി അച്ഛൻ നമ്മളോട് നല്ല രീതിയിൽ സഹകരിച്ചാണ് ഈ കാര്യങ്ങൾ പോകുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഒരു ഇച്ഛാശക്തിയും നമ്മുടെ ഒരു പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം, ഇന്നത് നേടിയെടുക്കണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, നേടിയെടുക്കണം എന്ന് മീൻ ചെയ്യുന്നത് നമ്മളൊരു പ്രവൃത്തി ഫലം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ഒരു ശക്തിയുടെ സഹായം കൂടെ നമുക്കുണ്ടെങ്കിലാണ് നമുക്ക് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ സാധിച്ചെടുക്കാൻ പറ്റുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ആ നിലയിൽ നമ്മളെല്ലാവരും നമ്മുടേതായ ചെറിയ കാര്യങ്ങളിലാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ ആ ഒരു
ദൈവഭക്തിയോടുകൂടി നമ്മൾ പ്രവർത്തനത്തെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ മാരാങ്കുഴി കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ജോസൻ ജോസഫ്, ഈ യോഗത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന ആനിക്കാട് സെൻറ് മേരീസ് പള്ളി വികാരി പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ കൊല്ലംകുന്നേലച്ച, ഈ കുടുംബയോഗത്തിൻ്റെ ഡയറക്ടറുടെ പ്രകാശനം നിർവഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എബ്രഹാം പെരീലക്കാട്ടച്ച, ഈ യോഗത്തിൽ ആശംസ നേരുന്ന എൻ്റെ സഹപ്രവർത്തകനായ രഘു കെ, ഈ യോഗത്തിൽ സ്വാഗതം പറഞ്ഞ സെബാസ്റ്റ്യൻ സാറ്, കൃതജ്ഞത പറയുന്ന ജോസഫ് എം ജെ, ഈ കുടുംബയോഗത്തിൻ്റെ ഭാരവാഹികളായി വേദിയിൽ ഇരിക്കുന്ന കൊച്ചേട്ടനടക്കമുള്ള ഭാരവാഹികൾ, എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ചേർപ്പങ്കലിലെ കേന്ദ്ര കുടുംബമായ മൂലമണ്ടയിൽ കുടുംബത്തിലെ ഒരു ശാഖാ കുടുംബമാണ് മാരാങ്കുഴി കുടുംബം. ഞാനും ഇതുപോലെ തന്നെ മൂലമണ്ടയിൽ കുടുംബത്തിലെ ഒരു ശാഖാ കുടുംബമായ പുഴുവനാൽ മയിലാടി കുടുംബാംഗവുമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കുടുംബത്തിലെ പ്രിയപ്പെട്ട പിതാക്കന്മാർ തങ്ങളുടെ മക്കളും അടുത്ത തലമുറയും ഐശ്വര്യത്തോടെ സമൃദ്ധിയോടെയും ഐക്യത്തോടെയും ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഈ മാരാങ്കുഴി കുടുംബ കൂട്ടായ്മ സ്ഥാപിച്ചതെന്ന് മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, തലമുറകൾ പലതും മാറി വന്നു. എന്നിട്ടും ഈ മാരാങ്കുഴി കുടുംബം, അതിലെ അംഗങ്ങളും വർത്തമാന കാലഘട്ടത്തിൽ ഈ നാട്ടിലെ ഒരു സജീവ സാന്നിധ്യമാകുവാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതോടൊപ്പം ആധ്യാത്മിക, ഉദ്യോഗസ്ഥ, വ്യാപാര മേഖലകളിലും ഈ കുടുംബാംഗങ്ങൾ സജീവമായിട്ട് തന്നെ നിലകൊള്ളുന്നുണ്ട്. എനിക്കിപ്പോൾ ഈ കുടുംബത്തിൽ അറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളായ കുഞ്ഞുമോന്, തോമസ് കുട്ടി, ജിമ്മിയ, റോബിയും ജോബിയും, പിന്നെ മൂഴൂരിൽ താമസിക്കുന്ന മേരിക്കുട്ടിയും ഒക്കെ അവരുടെ പ്രവർത്തന മേഖലകളിലെല്ലാം ഉയർന്ന തലത്തിൽ തന്നെയാണ് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ മാരാങ്കുഴി കുടുംബങ്ങളെല്ലാം ഈ സമൃദ്ധിയിലും ഐശ്വര്യത്തിലും ഒന്നടങ്കം വളരുന്നതിനുള്ള ഒരു പ്രധാന കാരണം ഞാൻ കാണുന്നത് ഈ മാരാങ്കുഴി കുടുംബത്തിലെ പൂർവ്വപിതാക്കന്മാരുടെ ദൈവാശ്രയ ബോധത്തിലുള്ള അനുഗ്രഹങ്ങളാണെന്ന് തന്നെ നിസ്സംശയം തന്നെ നമുക്ക് പറയാവുന്നതാണ്. ആലക്കുന്നം പഞ്ചായത്ത് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് ഞാൻ ചുമതലയേറ്റിട്ട് ഒരാഴ്ചയായതേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ട് ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ മാരാങ്കുഴി കുടുംബയോഗമാണ് ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൽ വിളിക്കുവാൻ വന്ന എൻ്റെ പിതാവിൻ്റെ സുഹൃത്തും അതോടൊപ്പം തന്നെ എൻ്റേതുമായ മാരാങ്കുഴി കൊച്ചേട്ടൻ്റെ നേതൃത്വത്തിലുള്ള മാരാങ്കുഴി കുടുംബാംഗങ്ങളായിരുന്നു. ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിൽ ആദ്യമായി തന്നെ ഞാൻ ഈ കുടുംബത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ യോഗത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന നമ്മുടെ സെബാസ്റ്റ്യൻ കൊല്ലംകുന്നേലച്ചനും, അതുപോലെ തന്നെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എഞ്ചിനീയർ അച്ഛൻ എന്ന് വിളിക്കുന്ന, സ്നേഹത്തോടെ വിളിക്കുന്ന പെരീലക്കാട്ട് പാപ്പച്ചനച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ഡയറക്ടറുടെ പ്രകാശനം, ഇതൊക്കെയാണ് ഈ യോഗത്തിൻ്റെ ഹൈലൈറ്റായിട്ട് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഈ വൈദിക ശ്രേഷ്ഠരുടെ അനുമതിയോടെയും എൻ്റെ പഞ്ചായത്തിലെ എൻ്റെ പ്രിയ സുഹൃത്ത് രഘുവിൻ്റെയും അനുമതിയോടെയും അതുപോലെ തന്നെ ഈ കുടുംബ അംഗങ്ങളുടെ അനുമതിയോടെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിച്ചു കൊള്ളുന്നു. കുടുംബയോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുമ്പോൾ ദൈവം നമുക്ക് കനിഞ്ഞു തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നതിനുള്ളൊരു സമയമാണ്. വരും കാലങ്ങളിൽ കുടുംബയോഗത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവാനുഗ്രഹം സമൃദ്ധിയായിട്ടുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും.
മരംകുഴി കുടുംബയോഗത്തിൻ്റെ ഈ ഒത്തിരിക്കാലത്തിന് ശേഷമുള്ള ഈ കൂട്ടായ്മയ്ക്ക് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇതിവിടെ ഹോസ്റ്റ് ചെയ്യുന്ന ആദരണീയനായ കുഞ്ഞുവൻ ചേട്ടനെ നന്ദിയോടെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ഈ മരംകുഴി കുടുംബയോഗത്തുമായിട്ട് ബന്ധപ്പെട്ട ഇതിൻ്റെ ഉത്ഭവസ്ഥാനത്തിൻ്റെ സ്ഥലം ഇവിടെ അടുത്ത് തന്നെയാണ്, ചേർപ്പുങ്കലാണ്, കൊഴുവനാലാണ്. ഞാനിപ്പോൾ അച്ഛനോട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ചു, അച്ഛൻ കൂടുതൽ വിശദീകരിക്കും. അപ്പോൾ ഈ കൊഴുവനാലും ചെറുപ്പങ്കിലും ഒക്കെ ഇവിടെ അടുത്ത സ്ഥലങ്ങളാണ്. അതിനോട് ചേർന്ന് തന്നെ ഇത് ഇവിടെ കൂടി വരുന്നതിനെ ഓർത്തുകൊണ്ട് പ്രത്യേകം നിങ്ങളെ അനുമോദിക്കുന്നു. ആനിക്കാട് ഇടവകയുടെ ഭാഗമാണിത്. ഇവിടം ശരിക്കും പറഞ്ഞാൽ ആനിക്കാട് ഇടവകയ്ക്കകത്തല്ല. ആനിക്കാട് ഇടവകയുടെ ഒരു കുരിശുപള്ളിയായിരുന്നു പണ്ട് അരുവിക്കുഴി ഇടവക. അരുവിക്കുഴി ഇടവക ഇപ്പോൾ ചങ്ങനാശ്ശേരി രൂപതയിലാണ്. അരുവിക്കുഴി ഇടവകയുടെ ഒരു ഭാഗമാണ് ഈ ഭാഗം എന്നാണ് എൻ്റെ ഒരു ചിന്ത. ഇവിടുത്തെ പഴയ കുടുംബങ്ങളൊക്കെ ഇപ്പോഴും ആനിക്കാടായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇവിടെ അടുത്ത 1-2 വീടുകളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ആനിക്കാട് ഇടവകയുടെ ഒരു എക്സ്റ്റൻഷനാണ് ഈ ഭാഗം. ഇതിന് തൊട്ടപ്പുറത്ത് മണലിങ്കൽ എന്ന് പറയുന്ന മറ്റൊരു ഇടവകയാണ്, ഇതിനോട് ചേർന്നാണ്. അത് പാലാ രൂപതയിലാണ്. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം 3 രൂപതകൾ ചേർന്ന ഒരു പ്രദേശമാണ്. ഈ പള്ളിക്കത്തോട് എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി, പാലാ, കാഞ്ഞിരപ്പള്ളി 3 രൂപതകളുടെ ഒരു സംഗമ സ്ഥലമാണ്. അപ്പം അത്രയും വളരെ പ്രധാനപ്പെട്ട, വളരെ പഴയ ഒരു പ്രദേശമാണ്. ഈ പള്ളിക്കത്തോട് അടുത്ത കാലത്താണ് ഇങ്ങനെ വികസിച്ചതായിട്ട് ഒരു വലിയ ടൗണായിട്ട് വളർന്നതെങ്കിലും പഴയ ഒത്തിരി കുടിയേറ്റക്കാരുള്ള സ്ഥലമാണ്. ഹൈന്ദവ സഹോദരങ്ങൾ നമ്മളോട് ഒത്തിരി സഹകരിച്ചു പോകുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഹൈന്ദവരും ക്രൈസ്തവരും ഒരുമിച്ച് ജീവിക്കുന്ന വളരെ ശാന്തമായിട്ടുള്ള ഒരു ചെറു പട്ടണമാണ് ഈ പള്ളിക്കത്തോട് എന്ന് പറയുന്നത്. എനിക്കിവിടെ വന്നിട്ട് 7 മാസത്തെ പരിചയമുള്ളൂ. എങ്കിലും എല്ലാ വീട്ടിലും ഞാൻ പോയി. 749 കുടുംബങ്ങളാണ് ഈ ഇടവകയിലുള്ളത്. അതിൽ ഒരു ചെറിയ വിഭാഗമാണ് ഈ ഭാഗത്തേക്ക്. ഇത് ഇങ്ങേ അറ്റമാണ്, നമ്മുടെ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ തന്നെ ഇങ്ങേ അറ്റമാണ്. അതുപോലെ തന്നെ ഈ മറ്റ് പാലായും ചങ്ങനാശ്ശേരിയുമായിട്ടൊക്കെ അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. ഇവിടെയുള്ള വലിയൊരു നന്മയെന്ന് പറയുന്നത് ഇവിടുത്തെ കുടുംബങ്ങളിലെല്ലാം തന്നെ നല്ല ബന്ധങ്ങൾ നിലനിർത്താനായിട്ടുള്ള താല്പര്യമുള്ളതായിട്ടാണ് എൻ്റെ ചുരുങ്ങിയ നാളിലെ സഹവാസത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇടവപ്പള്ളി ഇവിടുന്ന് ഒരു 2-2.5 കിലോമീറ്റർ ദൂരമാണെങ്കിലും ഇവർ മിക്കവരും തന്നെ ഈ ഇടദിവസങ്ങളിൽ പോലും അവിടെ പള്ളി വരുന്നവരാണ്. ഇവിടെ 1-2 കുരിശുപള്ളി ഉണ്ട്, നമ്മുടെ തെങ്ങുംപള്ളി എന്നൊക്കെ പറഞ്ഞ്. ഈ കുരിശുപള്ളി പോലും തങ്ങാതെ നേരെ തലപ്പള്ളിയിലേക്ക് വരുന്നവർ ഇവിടെ ധാരാളമുണ്ട്. ഈ കുഞ്ഞുമഞ്ചേട്ടൻ്റെയൊക്കെ ഒത്തിരി നന്മയുടെ ഒരു ഭാഗമാണ് അതൊക്കെ. ഇപ്പോഴും എനിക്ക് തോന്നുന്നു 2ാം കുർബാനയ്ക്ക് പള്ളിയിലെ കളക്ഷൻ എടുക്കുന്ന അദ്ദേഹമാണ്. അത്രമാത്രം അദ്ദേഹം ഫ്രണ്ടിലുണ്ട് എല്ലാ കാര്യത്തിലും. അദ്ദേഹത്തെ പരിചയപ്പെട്ട ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് പള്ളികളിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അറിയുമായിരുന്നു. പള്ളി വയ്ക്കുന്ന പൂക്കൾ മുഴുവനും ഇവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം അതിൻ്റെ ഒരു ഹോൾസെയിൽ ഡീലറായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. എന്ന് മാത്രമല്ല അതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡറും കൂടെയാണ് അദ്ദേഹം. അപ്പോൾ പള്ളിയിൽ ഈ ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ച് നമ്മൾ അതിന് പണം കൊടുത്ത് മടുത്തിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വലിയ താരോദയം ഉണ്ടായത്. അത് നമുക്ക് ഒത്തിരി സാമ്പത്തിക വരുമാനങ്ങൾ ഒത്തിരി കുറയ്ക്കാനായിട്ട്, അമിതമായിട്ട് ചിലവ് കുറയ്ക്കാനായിട്ട് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഞാനിരുന്ന മുൻപ് കാഞ്ഞിരപ്പള്ളി ഫൊറോനയിലായിരുന്നു. ഞാൻ പൊൻകുന്നം ഫൊറോനയിലേക്ക് ആദ്യമായിട്ടാണ് ഈ അടുത്ത കാലത്ത് വരുന്നത്. കാഞ്ഞിരപ്പള്ളി ഫൊറോനയിലൊക്കെ പള്ളികളിൽ മുഴുവനും പൂക്കൾ വാങ്ങുന്നത് പള്ളിക്കത്തോട് നിന്നാണ് പൂക്കൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ പള്ളിക്കത്തോട്ടിലെ പൂവിൻ്റെ പ്രണേതാവ് ഇദ്ദേഹമാണെന്നുള്ള കാര്യം ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഈ വർഷം തിരുനാളേറ്റ് കഴിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ അതിൽക്കാലും വലിയ സന്തോഷമുണ്ടായി. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള എന്തെങ്കിലും ഒരു പൊമ്പാൻ പ്രൈഡ് കാണിക്കാനായിട്ട് വലിയ പബ്ലിസിറ്റി കിട്ടാനായിട്ടൊന്നും അല്ല അദ്ദേഹം ചെയ്യുന്നത്. മറിച്ച് അദ്ദേഹത്തിന് അതേ ഇവിടെ പറഞ്ഞ് വളരെ ശരിയാണ്. മാതാവിനോടും അതിനേക്കാൾ ഉപരി ഈശോയോടുള്ള വലിയ സ്നേഹത്തിൻ്റെ പ്രയോജനമാണ് അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ളത്. പ്രത്യേകിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ കുഞ്ഞുവാഞ്ചേട്ടന് ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. ഇതുപോലെ നിങ്ങളുടെ ഒരു കുടുംബ സദസ്സ് കിട്ടിയതുകൊണ്ട് ഞാനതങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ബന്ധങ്ങൾ സൂക്ഷിക്കാനായിട്ട് ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള കുടുംബ യോഗങ്ങളാണ്. നമ്മുടെ സമുദായ കാര്യത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സമൂഹമാണ്. ഇതര സമുദായങ്ങൾക്കും അത് വളരെ മാതൃകാപരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ കുടുംബയോഗത്തിന് ഞാൻ അരുവിത്തറയാണ് പോകുന്നത്. എൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ കൊല്ലംകുന്നേൽ എന്നുള്ള ഒരു ചെറിയ ബ്രാഞ്ച് മാത്രമാണ്. ഞങ്ങൾ വടക്കൽ കുടുംബത്തിൽപ്പെട്ടവരാണ്. കൃത്യം അതിൻ്റെ സമയമാകുമ്പോൾ ആളുകളെല്ലാം അതിന് കുടുംബയോഗക്കായിട്ട് വിളിക്കാനായിട്ട് വരും. ഇന്ന ദിവസമാണ് നമ്മുടെ പരിപാടി. 2 മാസം മുമ്പ് അവർ അറിയിക്കും. അപ്പോൾ ഒരു ചെറിയ കളക്ഷനും ഒക്കെ എടുത്തുകൊണ്ട് പോകും അതിൻ്റെ ചിലവിന് വേണ്ടിയിട്ടുള്ളത്.
അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നിങ്ങൾ വിചാരിച്ചു കഴിയുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ ഹൈറേഞ്ചിൽ നിന്ന് ചിന്നാറ്റിൽ നിന്ന് ഇവിടെ വരണമെങ്കിൽ അല്ലെ തോപ്പറാംകുടിയിൽ നിന്ന് ഇവിടെ വരണമെങ്കിലുള്ള ബുദ്ധിമുട്ടൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിൽ പോലും വർഷത്തിൽ ഒന്നല്ലേ ഉള്ളൂ. നിങ്ങളുടെ മക്കൾക്കെങ്കിലും ഈ ഒരു ബോധം ഉണ്ടാകണമെങ്കിൽ ഇത് അത്യാവശ്യമാണ്. കാരണം ഇപ്പം നമ്മുടെ സമുദായത്തിലെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ മക്കളെല്ലാം വിദേശത്തേക്ക് കുടിയേറുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ വരുമ്പോൾ അവർക്ക് ഈ ബന്ധങ്ങളുടെ ഊഷ്മളതയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അത് അടുത്ത തലമുറയ്ക്കും തുടർന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇനിയുള്ള കുടുംബയോഗങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസക്തമായിട്ടിരിക്കുന്നത്. ചേർപ്പങ്കലിൽ നിന്നുള്ള കുടിയേറ്റക്കാരാണ് ഈ ആനിക്കാട് ഇടവക ഉണ്ടാക്കിയത് തന്നെ ചേർപ്പങ്കക്കാരാണ്. ചേർപ്പങ്കലിൽ നിന്ന് ഒരു 200 വർഷം മുമ്പ് ആനിക്കാട് ഭാഗത്ത് കർത്താക്കന്മാരുടെ വസ്തു വെച്ചുപാതി കിളച്ചുപാതി എന്നൊക്കെയുള്ള എഗ്രിമെൻറ്റുകളിൽ പുറത്ത് എടുത്ത് കൃഷിപ്പണിക്ക് വന്നവരാണ് ഇവിടുത്തെ നസ്രാണികൾ മിക്കവരും. ഇവിടുത്തെ ആനിക്കാട് ഇടവയിലെ ആദ്യകാല കുടിയേറ്റക്കാർ മുഴുവനും അങ്ങനെ ഉണ്ടായത് ചെറുപ്പക്കാരാണ്. അതിൽപ്പെട്ടവരാണ് ഈ മരാങ്കുഴിക്കാരെന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ചെരുപ്പ് വെച്ച ഇടവാണല്ലോ ചേർപ്പങ്കലായിട്ട് മാറുന്നത്. മാർത്തോമാശ്ലീഹ ചെരുപ്പ് വെച്ച് തോട് 6 കടന്ന സ്ഥലമാണ് ചേർപ്പങ്കൽ എന്നാണ് പറയുക. അപ്പോൾ വിശ്വാസ പാരമ്പര്യത്തിൽ വളരെ പിന്നോക്കം വളരെ പിന്നിലേക്ക് കടന്നു പോകുന്ന ഒരു തലമുറയുടെ പിന്മുറക്കാരാണ് നിങ്ങളെന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് അത് പറഞ്ഞു കൊടുക്കാനായിട്ട് പ്രത്യേക ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുകയാണ്. ചിന്നാറ്റിലെ എൻ്റെ വൈദികവൃത്തിയുടെ ആദ്യകാലങ്ങളിൽ ഞാൻ ആദ്യമായിട്ട് വിചാരിച്ചതായത് ചിന്നാറ്റിലാണ്. ചിന്നാർ എന്ന് പറയുന്ന മനോഹരമായ ഗ്രാമവും അവിടെയുള്ള മാരാങ്കുഴി കുടുംബവും പിന്നെ മാരാങ്കുഴി അമ്മച്ചി അവിടുത്തെ ഒരു ബാൻഡ് അംബാസഡറാണ്. അമ്മച്ചിയുടെ മുഖമാണ് പലപ്പോഴും കൊച്ചേട്ടനുമൊക്കെ മനസ്സിലെപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അവിടുത്തെയുള്ള മക്കളുടെ എല്ലാം പേര് ഞാൻ കൃത്യം ഓർത്തിരിക്കും. എപ്പോഴാണെങ്കിലും കുഞ്ഞുവാൻ ചേട്ടനെ കണ്ടപ്പോൾ ഇവരുടെ എല്ലാം പേര് ചോദിക്കും. എനിക്കൊന്ന് കുട്ടിച്ചനൊഴിച്ച് ബാക്കിയുള്ള എല്ലാവരും വന്നിട്ടുണ്ട് തോന്നുന്നു. അപ്പം നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. നിങ്ങളുടെ വേരുകൾ ഉറങ്ങുന്ന നിങ്ങളുടെ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ നിങ്ങളുടെ പൂർവ്വസ്ഥലത്ത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരണം. നിങ്ങൾ ആനിക്കാട് പള്ളിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരണം. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സ്വാഗതം നേരുന്നു. അതോടൊപ്പം തന്നെ മലബാർ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കണ്ടുപിടിക്കാനായിട്ടുള്ള വലിയ ഒരു അവസരമാണ് ഇതൊക്കെ. നമ്മുടെ സമുദായങ്ങൾ ഒത്തിരി പേര് മലബാറിന് പോയിട്ടുണ്ട്. ഹൈറേഞ്ചിന് പോയതുപോലെ തന്നെ മലബാറിന് പോയ ആളുകളെയും കണ്ടുപിടിക്കാനായിട്ടും അവിടെയും വേണമെങ്കിൽ ഇതിൻ്റെ ബ്രാഞ്ച് തുടങ്ങാനായിട്ടും ഒക്കെ നിങ്ങൾ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് ഈ കുടുംബയോഗം വളർത്തിക്കൊണ്ട് വന്നത്. കുടുംബയോഗത്തിൻ്റെ നല്ലൊരു ചരിത്രം ഈ അച്ഛനോട് ഞാനിപ്പോൾ പറഞ്ഞു. അത് കളക്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം. അതുപോലെ തന്നെ എത്രയും വേഗം ഒന്ന് പ്രിൻ്റ് ഔട്ടാക്കി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി അതൊന്ന് പുറത്തിറക്കണം. അത് തലമുറകൾക്ക് വലിയൊരു അസറ്റായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ കുടുംബയോഗങ്ങൾ നമ്മൾ എന്തെങ്കിലും പൊങ്ങച്ചം കാണിക്കാനായിട്ടുള്ള പരിപാടിയല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് ബന്ധങ്ങൾ നിലനിർത്താനായിട്ടുള്ള ഇടമാണ് എന്നുള്ള കാര്യം, ആ സ്പേസ് ബന്ധങ്ങൾ നിലനിർത്താനായിട്ടുള്ള ഇടമാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഈ നമ്മുടെ വിശ്വാസ പാരമ്പര്യം കൈമാറാനായിട്ടുള്ള വലിയൊരു സാധ്യതയാണ് ഈ കുടുംബയോഗങ്ങൾ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കുടുംബ കൂട്ടായ്മകൾ ആവിഷ്കരിക്കുന്ന കുടുംബ കൂട്ടായ്മകൾ നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മകൾ എന്ന പേരിൽ നടത്താറുണ്ട്. മാസത്തിൽ 1-2 ആഴ്ച കൂടുമ്പോഴൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. അതിനകത്തുള്ള ബന്ധങ്ങൾ പോലെ തന്നെ അതിനേക്കാൾ മെച്ചപ്പെട്ട ബന്ധമാണ് രക്തബന്ധത്തിൽപ്പെട്ടത് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഞങ്ങളുടെ കുടുംബയോഗത്തിൽ ചെയ്യുന്ന മറ്റു ചില കാര്യങ്ങൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുക, അവരുടെ പിള്ളേരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ഏറ്റെടുക്കുക, വീട് വെക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് വീട് വെക്കാനായിട്ട് സഹായിക്കുക, പെട്ടെന്ന് ഒരാൾ ആശുപത്രിയിലായാൽ ആശുപത്രിയിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് വരുന്നിടം വരെ അയക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഞങ്ങളുടെ കുടുംബയോഗത്തിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഇത് കൂടുതൽ സഹായകരമാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. നമ്മളെല്ലാവരും കൂടെ ഒരു കൈത്താങ്ങാകുമ്പോഴാണ് പ്രതിസന്ധികൾ തരണം ചെയ്യാനായിട്ട് നമ്മൾ പ്രാപ്തരായിത്തീരുന്നത് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അതുകൊണ്ട് ഈ മാരാങ്കുഴി കുടുംബയോഗത്തിന് അഭിവാദനങ്ങൾ അർപ്പിക്കുമ്പോൾ ഇതിൽ ഒത്തിരി ദൂരെ നിന്ന് വന്ന് പങ്കെടുത്ത നിങ്ങളെ എല്ലാവരെയും പ്രത്യേകം അനുമോദിക്കാനായിട്ടും കൂടെ ഈ അവസരം ഉപയോഗിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൻ്റെ കുടുംബമായിരിക്കുന്ന പെരുമ്പനാക്കുഴി അല്ലേ, മയിലാടിയിൽ, പെരിയിലക്കാട്ട് ഇങ്ങനെയൊക്കെയുള്ള ബ്രാഞ്ചുകളിൽപ്പെട്ട അതിൻ്റെ പ്രതിനിധികളും കൂടെയാണ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. അവരെല്ലാവരും കൂടി ചേരുമ്പോൾ ഒരു മഹാകുടുംബയോഗമായിട്ട് ഇത് പരിണമിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹീതമായിട്ടുള്ളൊരു പുതുവത്സരം നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നേരുന്നു. പ്രതിസന്ധികൾ ഇല്ലാത്തതല്ല, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമ്മളെ പാകപ്പെടുത്തുന്ന പരുവപ്പെടുത്തുന്ന ഒരു പുണ്യവർഷമായിട്ട് തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ അനുമോദിച്ച് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട കുഞ്ഞുവാൻ ചേട്ടൻ്റെ നേതൃത്വത്തിൽ 8-ാം തീയതി നമ്മൾ തിരുനാളിന് കൊടി കയറുകയാണ്. നല്ല സുദീർഘമായ പ്രദക്ഷിണങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. നമുക്ക് അനുകൂലമായ ഒരു കാലാവസ്ഥ ലഭിക്കാനായിട്ടും അനുഗ്രഹപ്രദമായിട്ടുള്ളൊരു തിരുനാൾ നടന്നു വരുവാനായിട്ടും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി ആനിക്കാട് പള്ളിയിലെ വാർഷിക തിരുനാളിലേക്ക് കുഞ്ഞുവാൻ ചേട്ടൻ്റെ പേരിലും ഈ ഇടവക സമൂഹത്തിലെ കൈക്കാരന്മാരുടെയും മറ്റ് പരിഷ് കൗൺസിൽ അംഗങ്ങളുടെയും പേരിൽ
പ്രത്യേകം നിങ്ങളെല്ലാം സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഞാൻ എൻ്റെ കുടുംബത്തിൽ ചെന്നിട്ട് സഹോദരങ്ങളോട് സംസാരിക്കുന്നത് പോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇന്ന് ഈ ഡയറക്ടറി പ്രകാശനം ചെയ്യാനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, അതിനകത്ത് നമ്മുടെ കുടുംബ ചരിത്രങ്ങളെപ്പറ്റി വല്ലതും ഉണ്ടോ? അതിന് സംക്ഷിപ്തമായ ചരിത്രം അതിൻ്റെ അകത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഒരു കുടുംബ ചരിത്രം എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 ഭാഗമുണ്ട് മുഖ്യമായിട്ട്. ഒന്നാമത് അതിൻ്റെ വേരുകൾ, പിന്നീട് അതിൻ്റെ ശാഖകൾ പന്തലിച്ച് നിൽക്കുന്നത്. ഇങ്ങനെ 2 തരമായിട്ട് നമുക്കത് തിരിക്കണം അതിൻ്റെ. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ വേരുകൾ തപ്പുന്നു. അതിൻ്റെ ശാഖകൾ എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഈ കമ്മ്യൂണിക്കേഷൻ ഇതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന അവസരത്തിൽ ഇവിടെ ശാഖകൾ ഏത് ഭൂലോകത്തിലാണെങ്കിലും എവിടെയാണെന്നും ചെന്ന് കണ്ടുപിടിക്കുന്ന ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. അതത്ര പ്രയാസമുള്ളൊരു കാര്യമല്ല. എനിക്ക് കുടുംബചരിത്രം എന്ന് പറയുന്നതിൻ്റെ അകത്ത് വളരെ അങ്ങേയറ്റം താല്പര്യമുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇതിൻ്റെ പുറകെ ഇങ്ങനെ നിൽക്കുന്നത്. ആ വേരുകൾ, നമ്മുടെ വേരുകളെ പറ്റി അതാണ് ഇപ്പോൾ ചരിത്രത്തിൽ ഇതിൻ്റെ അകത്ത് കുറച്ച് എഴുതി. ഞാനത് വായിച്ചില്ല. നേരത്തെ ഉള്ളത് ഞാൻ വായിച്ചിട്ടുണ്ട്. പല കുടുംബചരിത്രങ്ങളും നമ്മുടെ ഇതിൽ പെട്ടത്. മാമ്പഴയ്ക്ക് കുടുംബാംഗത്തിൻ്റെ ചരിത്രം എൻ്റെ കയ്യിലുണ്ട്. ഇവിടുത്തെ ചരിത്രം കരിശുപ്രകാശ് എനിക്ക് തന്നു, അതെൻ്റെ കയ്യിലുണ്ട്. ഞാൻ കുറേ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. നമ്മൾ ഈ വേരുകൾ കണ്ടുപിടിക്കുന്നതിനുള്ള പരിശ്രമം നമ്മളിനി ഉപേക്ഷിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ള ഒരു അഭ്യർത്ഥന ഉള്ളതാണ്. ആ വേരുകൾ കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, അവരെല്ലാം വീക്ഷണം എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ഇത്രയൊക്കെ വളർന്നു വന്നത്, നമ്മളിപ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മുടെ പിതാക്കന്മാരുടെ അധ്വാനത്തിൻ്റെ ഫലം കൊണ്ടല്ലേ, സത്യമല്ലേ? ഞാൻ എൻ്റെ എൻ്റെ ഓർമ്മയിലുള്ള പെരിയിലക്കാട്ടി കുടുംബത്തിൻ്റെ മൂന്നൂർ ശാഖയിലേക്ക് വന്നത് മുഴുവൻ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. നമ്മുടെ കുടുംബത്തിൽ ഇവിടെ പറയുന്ന അതിൽ ഈ മാരാങ്കുഴി കുടുംബവും പെരിയിലക്കാട്ട് കുടുംബവും തമ്മിലുള്ള ബന്ധം എന്താണ്, റിലേഷൻ എന്താണെന്നുള്ളത് മാത്രം ഞാൻ പെട്ടെന്നൊന്ന് പറയാം. എൻ്റെ ഗ്രാൻഡ് ഫാദർ, എൻ്റെ വല്യപ്പൻ കൊടുവനാലിൽ നിന്ന് മൂഴൂർക്ക് വന്നതാണ്. നമ്മുടെ കുടുംബം ബഹിരാക്കുന്ന എല്ലാം കൊടുവനാലാണ്. ആ കൊടുവനാൽ വന്നത് ചേർപ്പുങ്കലാണ് കുടുംബം. ഇവിടെ ആദ്യത്തെ കുടുംബം ഇവിടെ ആരംഭിക്കുന്നത്. കല്ലമ്പള്ളി ഇല്ലത്തിൽ നിന്നുള്ള ഒരു നമ്പൂതിരിച്ചന് മാമോദീസ മുങ്ങി ഇത്താക്കിട്ടിയവര എന്ന പേരിൽ മാമോദീസ മുങ്ങി. ആ കൂട്ടത്തിൽ തന്നെ ആ ഇല്ലത്തിൽപ്പെട്ട വേറെ ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയമ്മ, നങ്ങേലി എന്നാണ് പേര്. നമ്മുടെ മുത്തശ്ശിയുടെ പേരാണ് ഞാൻ പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും മുത്തശ്ശി ഈ മാമോദിസ മുങ്ങി അവർ കല്യാണം നടത്തി. പിന്നെ വലിയൊരു അനുഗ്രഹം ഉണ്ടായിരുന്നു. കല്ലമ്പള്ളി ഇല്ലത്തിന് ക്രിസ്ത്യാനികളോട് വളരെ അടുപ്പമുള്ള ആളായിരുന്നു. അതുകൊണ്ട് ചേർപ്പുങ്ങ പള്ളി സ്ഥാപിക്കുന്നതിനും അതിനുള്ള ചിലവുകളും സ്ഥലവും എല്ലാം വഹിച്ചത് ഈ കല്ലമ്പള്ളി ഇല്ലത്തിൽ നിന്നാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ ആ സൗഹൃദം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇവരെ കല്യാണത്തിന് അനുവദിച്ചതെന്നാലും അനുവദിക്കുകയില്ല. ആ ഇല്ലത്തിൽ നിന്ന് പോകുന്നതാണ്. പിന്നീടുള്ള കഥകൾ അധികം നമുക്കിപ്പോൾ അറിയത്തില്ല. പിന്നീട് പോകുന്നത് 15-ാം നൂറ്റാണ്ടിലേക്കാണ് പോകുന്നത്. അത് അവിടെ നിന്ന് പോകുന്ന ആളുകൾ ഈ ഇല്ലത്തു നിന്ന് വന്ന മാമോദിസമെങ്കിൽ സ്വീകരിച്ചവരെ പല സ്ഥലങ്ങളിലേക്കായിട്ട് പോയി. അച്ഛൻ പറഞ്ഞ പോലെ ആനിക്കാട്ടേക്ക് ഒത്തിരി പേര് വന്നു. പിന്നെ ഇളംകുളത്തേക്കാണ് പോയത്. പിന്നെ ഈ കാഞ്ഞിരപ്പള്ളി, ഈ സ്ഥലങ്ങളിലെല്ലാം പോയ അത് ചരിത്രത്തിൽ വളരെ ക്ലിയറായിട്ടുണ്ട്. അത് ഞാൻ ഇപ്പം അത് പറയാനുള്ള സമയമില്ല. അത് അങ്ങനെ വന്ന് പിന്നെ വന്ന് എടമുളത്തെക്കയിൽ വന്ന് കൊടുവനാൽ വന്ന് കൂടി. അവിടെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ചരിത്രം നമ്മൾ ആരംഭിക്കുന്നത്. അവിടെയാണ് എടമുളത്തെക്കയിൽ. തൊമ്മൻ്റെ മക്കളിൽ 4 ആൺമക്കളുണ്ട്. 4 ആൺമക്കളിൽ മൂന്നാമത്തേതാണ് തൊമ്മൻ തെക്കയിൽ പെരികിലക്കാട്ട്. തൊമ്മ തെക്കയിൽ, പിന്നെ മാത്യു കയ്പമ്പ്ളാക്കൽ, കുന്നൂസ്,
നാലാമത് ഉതുപ്പ്, പിന്നെ എബ്രഹാം മാന്തറ. അതിൽ നിന്ന് ഈ തൊമ്മൻ്റെ മക്കളിൽപ്പെട്ടതാണ് നമ്മുടെ വല്യപ്പൻ എന്ന് പറയുന്നത്. ഈ തൊമ്മൻ തെക്കയിലിൻ്റെ മൂത്ത മകന് എബ്രഹാം തൊമ്മൻ പെരിയിലക്കാട്ട്, രണ്ടാമത് ഉണിച്ചെറിയ, അത് കൊഴുനാൽ തന്നെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. മൂന്നാമത്തേത് തൊമ്മൻ തെക്കയിലെ തറവാട്ടിൽ താമസിച്ചു. നാലാമത്തേത് മാത്യു മാരാൻകുഴി. ഈ മാത്യു മാരാൻകുഴി എന്ന് പറയുന്നത് എൻ്റെ വല്യപ്പൻ്റെ അപ്പൻ്റെ, അല്ലെങ്കിൽ നമുക്ക് അപ്പൂപ്പൻ എന്ന് വിളിക്കാം, ഇളയ അനുജനാണ്. അവിടെയാണ് ഇപ്പം, അവിടെ മുതലുള്ള ചരിത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതൊക്കെ. അത് ഈ ശാഖകളായിട്ട് കൂട്ടിയാൽ മതി. ഈ ശാഖകൾ ഓരോന്നിലേക്കും പോയി കഴിഞ്ഞ് എന്തുമാത്രം ഉണ്ടെന്ന് ഞാൻ ഈ പെരിയിലക്കാട്ട് ഫാമിൽ മാത്രം ഒന്ന് നോക്കിയപ്പോഴും എനിക്ക് മനസ്സിലായി എന്തേരാണ്. അതുപോലെ മാരാൻകുഴി കുടുംബത്തിൻ്റെ ഡയറക്ടർ നോക്കിയപ്പോഴും എനിക്ക് മനസ്സിലായി ആ ഒരെണ്ണം തന്നെ എടുത്താൽ ഇങ്ങനെ ലോകം മുഴുവൻ എല്ലാ സ്ഥലത്തും ഉണ്ട്, മുഴുവനുമില്ല. അപ്പോൾ അതിൽ ഏറ്റവും നാലാമത്തെ ഇളയാണ് മാത്യു മാരാൻകുഴി. പിന്നെയുള്ള ചരിത്രങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാം. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഈ കുടുംബത്തിൽ ഇവർക്ക് 7 സഹോദരിമാരുണ്ടായിരുന്നു. അവർ ചിലരൊക്കെ വളരെ പ്രബുദ്ധരായിട്ടുള്ള ആളുകളാണ്. മൂത്ത സഹോദരി ഐക്കര കെട്ടിച്ചു. ഐക്കര കുടുംബം നമുക്കറിയാം. അപ്പോൾ ഐക്കര കുടുംബവുമായിട്ട് നമുക്കുള്ള ബന്ധം ഈ തായ്വഴിയിൽ നിന്നുള്ള ഐക്കരയ്ക്ക് നമ്മുടെ ഒരു പെങ്ങളെ അല്ലെങ്കിൽ ഒരു മകളെ ഐക്കരയിലേക്ക് കെട്ടിച്ചു പോയി. അതിൻ്റെ മക്കളൊക്കെ വേറെ വലിയ ചരിത്രമുണ്ട്. രണ്ടാമത്തേതാണ് വളരെ അച്ചാരു എന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്ത്രീ, വളരെ സമർത്ഥയായ ഒരാൾ ഇളംകുളത്തെ മാറാട്ടിൽ കുടുംബത്തിലേക്ക് കെട്ടിച്ചു. മാറാട്ടിൽ കുടുംബം എന്ന് പറയുന്ന ഇളംകുളത്തിൻ്റെ ശങ്കായതാണ്. അവരാണ് ഇളംകുളം പള്ളി പണിയിപ്പിച്ചതൊക്കെ. മാറാട്ടിൽ വലിയ തൊമ്മനാണ് ഈ അച്ചാരുവിനെ കല്യാണം കഴിച്ചത്. അച്ചാരു വലിയ തൊമ്മനെ പോലെ തന്നെ വളരെ സമർത്ഥയായിട്ട് കാര്യങ്ങൾ നടത്തിയിരുന്നതാണെന്നാണ് ചരിത്രത്തിലൊക്കെ പറയുന്നത്. പിന്നെ അച്ചാരുവിൻ്റെ വലിയ തൊമ്മൻ്റെ മകനാണ് കൊച്ചു തൊമ്മൻ. ഇവർ രണ്ടും കൂടിയാണ് ഇളംകുളം പള്ളിയുടെയും ആ സ്ഥലത്തിൻ്റെ എല്ലാം ബന്ധിച്ച് വന്നത്. അത് നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളാണ് ആ കുടുംബത്തിലേക്ക് ചെന്ന് അവിടുത്തെ എല്ലാം ആയിത്തീർന്നയാൾ. ഇനി മൂന്നാമത്തെ ആൾ മണനാൾ കുടുംബത്തിൽ കെട്ടിച്ചു. മണനാൾ കുടുംബം നമുക്കറിയാവുന്നല്ലേ, മണനാൾ കുടുംബം. അടുത്തയാൾ കിഴക്കേത്തോട്ടം ഫാമിലി പൂഞ്ഞാർ. ഈ ബന്ധങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. പിന്നീടുള്ള ആൾ മാറാട്ടിൽ തെക്കേക്കുറ്റ് ഇളംകുളം. അപ്പോൾ ഇളംകുളത്ത് 2 പേര് പോയി. അച്ചാരു പോയി, രണ്ടാമത്തെ ഒരാൾ പോയി. ഇനി അടുത്തത് റോസ മയിലാടിയിൽ കൊഴുവനാൽ. മയിലാടി കുടുംബം ഇതിൻ്റെ അകത്ത് വരുന്നില്ലേ, ആ കുടുംബത്തിൽ റോസ മയിലാട്. പിന്നെ അടുത്തത് കുഞ്ഞാണ്ട പൊമ്പനാൽ ഫാമിലി. അത് സ്ഥലമൊന്നും എനിക്കറിയത്തില്ല, രേഖയിൽ കണ്ടത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പേരും കൂടെ ആ ലിസ്റ്റിൽ വരുന്നുണ്ട്. ഇത് നമ്മുടെ അത്രയും വിശദമായി പഴയ ചരിത്രത്തിലേക്ക് നമ്മൾ പോകും. ഈ ചരിത്രങ്ങളൊക്കെ നമുക്കിനി പഠിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. പിന്നെ വന്നത് മറ്റുള്ളത് നമുക്ക് പഠിക്കാനായിട്ട് വളരെ എളുപ്പമുണ്ട് എന്നുള്ളതുകൊണ്ട് മൂളൂർ ശാഖയെ പറ്റിയുള്ളത് കംപ്ലീറ്റ് ഞാൻ വർക്കൗട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ അത് മൂളൂർ വന്ന എൻ്റെ വല്യപ്പൻ മുതൽ ഇങ്ങോട്ട് താഴോട്ടുള്ളവരോടൊക്കെ ബാക്കിയുള്ളതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് എനിക്ക് കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ബാക്കിയുള്ളവർ ഈ പറഞ്ഞ ഓരോ സ്ഥലങ്ങളിലാണ് കിടക്കുന്ന തപ്പി ചെന്ന് പിടിക്കണം. അതിന് പകരം ഈ ആളുകൾ ആ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാളെ കണ്ടുപിടിച്ചാൽ നമുക്കത് ആ ശാഖ എടുക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പം മയിലാടിയിലെ ശാഖ അവർ പുസ്തകം ഇറക്കിയിട്ടുണ്ട്, ഡയറക്ടറി ഇറക്കിയിട്ടുണ്ട്. ചാക്കോച്ചനും സുനിലിൻ്റെ പേരപ്പൻ തൊമ്മച്ചനത് ഇവരെല്ലാം എൻ്റെ കൂട്ടുകാരാണ് കേട്ടോ. ചാക്കോച്ചൻ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. എനിക്ക് ഇവരൊക്കെ കാണുമ്പം പഞ്ചായത്ത് പ്രസിഡൻ്റെന്നൊന്നും തോന്നുകയില്ല, സുനിലിൻ്റെ മകനെന്നേ എനിക്ക് തോന്നത്തുള്ളൂ. എന്ത് ശ്രമിക്കും. അപ്പം അപ്പം അങ്ങനെ 2 ചരിത്രം ഓൾറെഡി ഇവിടെ ഉണ്ട്. പിന്നെ ബാക്കിയും കൂടെ നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് ആ സമഗ്രമായിട്ട് ആ വിശാലമായ ആ കുടുംബം എവിടെ നിന്ന് ഇടമളത്തക്കയിലെ ആ കുടുംബം നമുക്ക് ഒന്ന് വിവരിക്കാൻ സാധിക്കും. കുറഞ്ഞ പക്ഷം നമ്മുടെ കുടുംബങ്ങളെങ്കിലും
ഇനിയും ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കാനുള്ള ആളുകളൊക്കെ ഉണ്ടാകും. അവരെയൊക്കെ കണ്ടുപിടിച്ച് ഇതുപോലെയുള്ള ആ സൗഹൃദം കഴിയുന്നതും പുലർത്തണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടി കൂടി മാത്രമാണ് ഞാനിന്ന് വന്നത്. പിന്നെ ഇതിന് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരാം, എനിക്ക് ചെയ്യാവുന്നത്. ഞാൻ മൂഴൂർ കുടുംബത്തിൻ്റെ ഡയറക്ടറി എടുത്തിരിക്കുന്നത് ഒരു കമ്പ്യൂട്ടർ ഫോർമാറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അത് ഇനി അത് ബാക്കി ചെയ്താൽ മതി. അത് കമ്പ്യൂട്ടർ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ അത് എപ്പോൾ വേണമെങ്കിലും അത് എഡിറ്റ് ചെയ്യാം, അത് അപ്ഡേറ്റ് ചെയ്യാം, പിന്നെ അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം അത് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു പുസ്തകം അടിച്ച് പോയാൽ പിന്നെ അതുകൊണ്ട് തീർന്നല്ലോ. അങ്ങനെ ആ ഒരു കമ്പ്യൂട്ടർ ഫോർമാറ്റിൽ നമ്മൾ ഇടുകയാണെങ്കിൽ ഇതങ്ങനെ തുറന്നുകൊണ്ട് പോക്കും. ഇന്നിപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഫോർമാറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്കിപ്പം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. അപ്പോൾ ഒരാളുടെ ചരിത്രം അറിയണമെങ്കിൽ ഗൂഗിളിൽ നോക്കിയിട്ട് നമ്മൾ എടുക്കുന്ന എങ്ങനെയാണ്, ഒരാളുടെ പേരടിച്ചു കഴിഞ്ഞാൽ ആളുടെ ഡീറ്റെയിൽസ് എല്ലാം അത് വരും. അതുപോലെ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു വെബ്സൈറ്റ് എടുത്താൽ മതി. അതിന് ആരെങ്കിലും മുമ്പോട്ട് വരും. ഞാൻ വരേണ്ട, എൻ്റെ പ്രായമൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇനി ഞാൻ വരികയില്ല. അതിന് അടുത്ത ആളുകൾ ഇളമക്കാർ അതിനായിട്ട് മുമ്പോട്ട് വേണമെന്നുള്ള ഒരഭ്യർത്ഥനയുണ്ട് എൻ്റെ. അതിലും ചരിത്രം കൂടുതലായിട്ട് പഠിച്ച് നമ്മുടെ കുടുംബത്തെ പറ്റി പഠിച്ച് നമ്മുടെ പിതാക്കന്മാർ ചെയ്തത് എന്താണെന്ന് പഠിച്ച് അവരുടെ അധ്വാനത്തിന് ഫലം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അവരെപ്പറ്റി ഓർത്തുകൊണ്ട് മനസ്സിലെത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം. വളരെ ആദരവോടും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഞാൻ ഇത് നിർവഹിക്കും. ഞാൻ ഈ കുടുംബയോഗം ആദ്യമായിട്ടാണ് ഒരു കുടുംബയോഗ വേദിയിൽ നിൽക്കുന്നത്. കാരണം നമ്മുടെ അകലകുന്നം ഗ്രാമപഞ്ചായത്തിൻ്റെ 11-ാം മറ്റപ്പള്ളി വാർഡിൻ്റെ 11-ാം വാർഡിൽ ഏറ്റവും പള്ളിക്കത്തോടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വീടാണ്. ഏറ്റവും അവസാനത്തെ ഒരു വീടായിട്ടാണ് അത് കാണാൻ നമുക്ക് സാധിക്കുന്നത്. നമ്മളിതിന് അപ്പുറേക്ക് പള്ളിക്കത്തോട് വീടാണ്, പള്ളിക്കത്തോട് പഞ്ചായത്താണ് തുടങ്ങുന്നത്. എങ്കിലും നമ്മുടെ ഈ കുടുംബ യോഗത്തിൽ നിൽക്കുമ്പോൾ വളരെയധികം അഭിമാനിക്കാൻ എനിക്ക് വകയുണ്ട്. കാരണം ഈ കുടുംബയോഗത്തിൽ ഈ മാരംകുഴി കുടുംബം ഏതാണ്ട് 100-ൽ പരം കുടുംബങ്ങളുടെ ശാഖകളായി പിരിഞ്ഞ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ജോലി ചെയ്തും വരുന്ന ഒരു കുടുംബമാണെന്നാണ് ഇവിടെ അറിയാൻ കഴിഞ്ഞത്. കൂടാതെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഏറെ പ്രിയങ്കരനായ പ്രസിഡന്റ് ഈ മാരാങ്കുഴി കുടുംബത്തിലൊരു അംഗമാണെന്നറിഞ്ഞതിലും വളരെയധികം അഭിമാനിക്കുന്നു. ഇന്ന് ഇവിടെ ഈ യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഈ ഡയറക്ടറെ പ്രകാശനം ചെയ്ത അച്ഛൻ പറയുണ്ടായി. കാരണം വേണ്ട 90 വയസ്സോളം അടുത്ത് പ്രായമുള്ള ഒരു അച്ഛൻ്റെ മെമ്മറിയിൽ ഇന്ന് നമ്മുടെ ഈ ചെറുപ്പക്കാരെ എത്രയും ഈ IT മേഖലയ്ക്ക് ഇത്രയും വളരെ വളർന്നെങ്കിൽ പോലും ഈ അച്ഛൻ്റെ മെമ്മറിയിൽ ഇത്രയും വളരെ ഒരു വിശാലമായ ഒരു കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലം അച്ഛനെ വിവരിക്കുകയുണ്ടായി. നമുക്ക് വേണ്ട ഒരു 500 വർഷത്തോളം പഴക്കമുള്ള ഒരു കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഒരു കണ്ണിയാണ് ഇന്ന് ഈ കുടുംബയോഗമായിട്ട് ഇവിടെ ഈ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ കുടുംബയോഗം ഇതൊരു വളരെ ഇതിൻ്റെ ഈ ശാഖകൾ, ഇതിൻ്റെ ഈ പ്രവർത്തകർ, അതായത് കുഞ്ഞുമാഞ്ചാണ് എനിക്ക് ഇവിടെ അറിയാൻ പറ്റുന്ന യൂണിയൻ കുഞ്ഞുമാഞ്ചാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അത് ഈ വീടിൻ്റെ പെര വാസ്തുവിലേക്ക് ഞാൻ ഞാൻ ഇവിടെ വന്നിരുന്നു. അന്നേരമാണ് ഞാൻ കുഞ്ഞുമാഞ്ചാൻ്റെ മകൻ്റെ വീടാണ്, ജോജോയുടെ വീടാണെന്നാണ് ഞാൻ അറിഞ്ഞത്. എങ്കിലും നമ്മുടെ ഈ കുടുംബയോഗം ആയിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ നമ്മുടെ ഇപ്പം ഈ ഓരോ വീടുകളും മൈക്രോ കുടുംബങ്ങളായി മാറി ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഓരോ കുടുംബത്തിലെ അംഗങ്ങളെ ഒരുമിച്ച് കാണുന്നതിനും അവരുടെ സൗഹൃദങ്ങൾ പങ്കിടുന്നതിനും എല്ലാം പറ്റുന്ന ഒരു വേദിയായിട്ടാണ് ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണേണ്ടത്. ഇപ്പം ഞാനും ഒരു ഇടുക്കി ജില്ലയിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്ന ഒരാളാണ്. ഞാൻ കട്ടപ്പനയിലായിരുന്നു കുറേ അധികം നാൾ ജോലി ചെയ്തിരുന്നത്. ആ ജോലി കഴിഞ്ഞ് അവിടുന്ന് സ്ഥലം മാറി കോട്ടയം ജില്ലയിലേക്ക് വന്നു. ഇവിടെ നിന്ന് ഞാൻ പെൻഷൻ പറ്റിയതാണ്. ഈ കഴിഞ്ഞ പെൻഷൻ പറ്റിയതിന് ശേഷം കഴിഞ്ഞ 5 വർഷം ഞാൻ ഈ വാർഡിലെ മെമ്പറായിരുന്നു. വീണ്ടും ഈ വാർഡിലെ ജനങ്ങൾ എന്നെ വീണ്ടും തിരഞ്ഞെടുത്തിരിക്കുകയാണ്, ഒരവസരം കൂടി തന്നിരിക്കുകയാണ്. എനിക്ക് ഈ നാട്ടിലെ ജനങ്ങളോടും ഈ മാരാങ്കുഴി കുടുംബത്തിനോടും എനിക്ക് വളരെയധികം സ്നേഹവും അഭിമാനവും തോന്നുന്ന ഒരു നിമിത്തമാണ്. ഇപ്പം കുഞ്ഞുമഞ്ഞാളിന് ഈ വർഷം ഈ നമ്മുടെ ആനിക്കാട്ട് പള്ളിയിലെ അവിടുത്തെ പെരുന്നാൾ നടത്തണമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. വീട്ടിൽ എത്തിയിരുന്നു. ഞാൻ വീട്ടിൽ വന്നിട്ട് കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ ഒരു ചെറിയ ഒരു സംരംഭം തുടങ്ങി, ഒരു നിശ്ചയദാർഢ്യത്തോടെ ഉള്ള ഒരു സംരംഭം അത് തുടങ്ങി ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല സാധനങ്ങളും നമ്മൾ ഇറക്കുമതി ചെയ്ത് നമ്മുടെ നാടിൻ്റെ പല ഭാഗത്തേക്കും
എത്തിച്ചു നൽകാൻ പറ്റുന്ന അത്രയും വിപുലമായ ഒരു ബിസിനസ് രംഗത്തേക്ക് വളർന്നു വന്ന ഒരു എളിയവനായ ഒരു മനുഷ്യനാണ് നമ്മുടെ കുഞ്ഞുകുഞ്ഞാട്ടൻ. അദ്ദേഹത്തിൻ്റെ ആ നിശ്ചയദാർഢ്യവും ആ ഒരു ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ 100% അതിൻ്റെ ആത്മാർത്ഥതയോടും കൂടി ഒരു വർക്ക് ചെയ്യുമ്പോഴാണ് അവരുടെ ആ സംരംഭം വലുതായുള്ളൂ. അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ കുഞ്ഞുകുഞ്ഞാട്ടൻ. അപ്പോൾ അതിൽ നിന്നാണ് അതിൻ്റെ ഈ പള്ളിയിലെ നമ്മുടെ അച്ഛനെ പറഞ്ഞു ഏറ്റവും കൂടുതൽ അനുഗ്രഹവും എല്ലാം നമ്മുടെ കുഞ്ഞുകുഞ്ഞാട്ടൻ്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. കാരണം അത്രയും നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്, നാടിന് നന്മ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഒരു പാവപ്പെട്ട കുടുംബത്തിന് ഒരു വീട് വെച്ച് നൽകുന്ന കാര്യം കൂടി കുഞ്ഞുകുഞ്ഞാട്ടൻ പറയുണ്ടായി. വളരെ അഭിമാനിക്കാം. ഇന്ന് നാട്ടിൽ വീടില്ലാത്തൊരു ഒത്തിരി പേരുണ്ട്. എങ്കിൽ പോലും പഞ്ചായത്തിൻ്റെ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ പഞ്ചായത്ത് നേരിട്ട് വീട് വെച്ച് കൊടുക്കാനുള്ള പദ്ധതികളൊന്നും ഇല്ല. അത് ലൈഫ് പദ്ധതി മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും നമുക്ക് ചെറിയ ചെറിയ വീടുകൾക്ക് മെയിൻ്റനൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു പദ്ധതി മാത്രമേ പഞ്ചായത്തിലുള്ളൂ. ആ സന്ദർഭത്തിലാണ് ഇതുപോലെയുള്ള കുഞ്ഞുകുഞ്ഞാട്ടനെ പോലുള്ള ആൾ നമുക്കൊരു പാവപ്പെട്ട ഒരു കുടുംബത്തിന് വീട് വെച്ച് നൽകാൻ കാണിച്ച ആ വലിയ ഒരു നല്ല മനസ്സ്. എന്തായാലും ഈ കുടുംബ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചാലും ഈ കുടുംബ യോഗത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയ മുഴുവൻ ആളുകൾക്കും നമ്മുടെ 2026 പുതുവർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാവർക്കും ഊഷ്മളമായ ഒരു പുതുവർഷാശംസ നേരുന്നു. എല്ലാവരും ഇനിയും നല്ല ഐക്യത്തോടുകൂടി നമ്മുടെ ജീവിതം നമ്മുടെ കുഞ്ഞു കുട്ടികളൊക്കെ വളർന്നു വരികയാണ്. ഈ കുട്ടികളൊക്കെ നമ്മുടെ ഈ ബന്ധങ്ങളെ വിട്ടുപോകാതിരിക്കാൻ ഈ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഡയറക്ടറിൽ വളരെ വിപുലമായുള്ള ആ ഒരുക്കങ്ങളും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് നല്ലൊരു കുടുംബയോഗം എന്നും നിലനിർത്താൻ നമുക്ക് കാണാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, കുടുംബാംഗങ്ങളെ, നമ്മുടെ പുതുതലമുറയ്ക്ക് ഒരു പ്രചോദനമായി തീരാൻ നമ്മുടെ ഈ കുടുംബയോഗവും അതിൻ്റെ വാർഷികവും ഒക്കെ വലിയൊരു അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ കുടുംബയോഗം പ്രസിഡന്റ് ശ്രീ ജോസഫ് അവറുകളാണ്. അദ്ദേഹത്തിന് ഈ യോഗത്തിൻ്റെ നാമത്തിൽ നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഓരോരുത്തരുടെയും നാമത്തിലും ഉള്ള കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്തത് അകലക്കുന്നം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ സുനിൽ തോമസ് മാമ്പുഴയ്ക്കൽ അവറുകളാണ്. അദ്ദേഹത്തിന് നമ്മുടെ കുടുംബയോഗത്തിൻ്റെ പേരിലുള്ള കൃതജ്ഞത പ്രത്യേകമായി അർപ്പിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ആനിക്കാട് സെൻറ്റ് മേരീസ് പള്ളിയുടെ വികാരി അച്ഛൻ റവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ കൊല്ലംകുന്നേലച്ഛനാണ്. അച്ഛന് നമുക്ക് നല്ലൊരു സന്ദേശം നൽകിക്കൊണ്ട് നമ്മളെ കൂടുതൽ പ്രബുദ്ധരാക്കി. അച്ഛന് ഈ കുടുംബയോഗത്തിൻ്റെ പേരിലുള്ള കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. നമ്മുടെ ഡയറക്ടർ പ്രകാശനം ചെയ്യുകയും കുടുംബങ്ങളെക്കുറിച്ച് ഒരു വിശദീകരണം നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട പെരികലക്കാട്ട് അബ്രാഹം അച്ഛന് നമുക്കൊരു നല്ല സന്ദേശം നൽകി. അച്ഛനെ ഈ കുടുംബയോഗത്തിൻ്റെ പേരിലുള്ള കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർ ശ്രീ രഘു കെ അവറുകൾ നമ്മൾക്കൊരു നല്ല സന്ദേശം നൽകിക്കൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുത്ത് നമ്മളെ അനുഗ്രഹിക്കുകയുണ്ടായി. അദ്ദേഹത്തിനും നമ്മുടെ യോഗത്തിൻ്റെ പേരിലുള്ള കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. ഈ യോഗം ഇവിടെ സംഘടിപ്പിക്കുകയും അതിനുള്ള അവസരം നൽകി നമുക്ക് വേണ്ട ഭക്ഷണവും എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്ന ശ്രീ ജോസൻ മാരാങ്കുഴിയിലാണ്. അദ്ദേഹത്തിന് കുടുംബാംഗങ്ങൾക്കും ഈ യോഗത്തിൻ്റെ പേരിലുള്ള കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. ഇവിടെ യോഗത്തിൻ്റെ കമ്മിറ്റി അംഗങ്ങളായ വൈസ് പ്രസിഡന്റ്, ട്രഷറർ, സെക്രട്ടറി ഇവരെല്ലാവരും സ്റ്റേജിലുണ്ട്. എല്ലാവർക്കും ഒറ്റവാക്കിൽ കൃതജ്ഞത അർപ്പിക്കുന്നു. ഈ യോഗത്തിന് എത്തിച്ചേർന്ന വിവിധ ദൂര സ്ഥലങ്ങളിൽ നിന്നും ഈ യോഗത്തിൽ എത്തിച്ചേരാൻ താല്പര്യം കാണിച്ച എല്ലാ കുടുംബാംഗങ്ങൾക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Happy birthday to you. Happy birthday to you. Happy birthday to you, dear. Happy birthday to you. May the good Lord bless you. May the good Lord bless you. May the good Lord bless you, dear. Happy birthday to you.
ഇതാദ്യമായിട്ടാണ് ചിലരെ അനുകരിക്കാൻ പോവുകയാണ്. പാലാ രൂപതയുടെ അഭിമന്യ മുൻ പിതാവ് മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ മാരാങ്കുഴിയിൽ കുടുംബയോഗത്തിൻ്റെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളെ, പാലാ രൂപതയുടെ മുൻ അധ്യക്ഷൻ എന്ന നിലയിൽ നമ്മുടെ രൂപതയിൽപ്പെട്ട ഒരു കുടുംബത്തിൽ ഇങ്ങനെ കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കാനും അതിൽ പങ്കുചേരുവാനും സാധിച്ചു എന്നത് ഞാൻ വളരെ സന്തോഷത്തോടെ കരുതുകയാണ്. നമ്മുടെ രൂപതയിലെ തന്നെ എല്ലാ കുടുംബങ്ങളിലും ഇതുപോലെ കുടുംബയോഗങ്ങളും സംഗമങ്ങളും നടത്തണമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുകയും ചെയ്യുന്നു. ഇടുക്കി ജില്ലക്കാർക്ക് പ്രിയങ്കരനായ, അല്ലെ കേരളത്തിന് എല്ലാവർക്കും പ്രിയങ്കരനായ എം മണിയാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് ഇടുക്കിയിലെ ജനങ്ങൾക്കൊക്കെ അറിയാം. നിങ്ങളുടെ ഇവിടെ കോൺഗ്രസ്സുകാരും കേരള കോൺഗ്രസ്സുകാരും ഒക്കെ ഞങ്ങളോട് പടവെട്ടിയാണ് ഞങ്ങൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നടത്തിയത്, അല്ലാതെ ചുമ്മാതെയൊന്നുമല്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് ചില തിരിച്ചടികൾ നേരിട്ടുണ്ട്. അത് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു വിവരം കേട്ടുകൊണ്ട് തന്നെ എന്നാ ഞാൻ പറയുന്നത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഈ നികുതി പണത്തിൽ നിന്ന് കൊടുക്കുന്ന ആ പെൻഷനൊക്കെ മേടിച്ചിട്ട് അത് കഴിഞ്ഞ് അത് പുട്ടടിച്ചതിന് ശേഷം വോട്ട് മറിച്ച് കുത്തുക എന്ന് പറഞ്ഞാൽ അത് എന്താ മര്യാദയുള്ള പരിപാടിയാണ്. നമ്മുടെ കേരളത്തിലെ ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഈ പുതുപ്പള്ളിയിലും വികസനമില്ല എന്നാരും പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഇനി പുതുപ്പള്ളി വികസിക്കാനുള്ളത്? നമ്മുടെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ രാഷ്ട്രീയ പ്രസംഗം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരിക്കുമ്പോഴ് ഞാൻ പറയുന്നു, ഇവിടെ ഒരു വികസനവും ഞങ്ങള് കൊണ്ടുവരികയല്ല. ഞങ്ങളുടെ വികസനം എന്നത് പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ അടിസ്ഥാന വികസനമാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കോട്ടയത്തിന്റെ പ്രിയ MLA, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസംഗം എനിക്ക് ചോദിക്കാനുള്ളത് ഈ കോട്ടയത്തെ കമ്മ്യൂണിസ്റ്റുകാരോടാണ്. നിങ്ങളുടെ സഖാക്കളെ രാവിലെ ഒരു കൊടിയും എടുത്ത് സഖാക്കളുടെ തോളിൽ വെച്ച് കോട്ടയം പോസ്റ്റ് ഓഫീസിന്റെ മുന്നിൽ ചെന്നതിന്റെ ഈക്കില്ലാമ്പ സിദ്ധാബാന്ന് വിളിച്ചാൽ നിങ്ങളുടെ ഈ നാടിന് എന്ത് വികസനമാണ് ഉണ്ടാക്കുന്നത് ഞാൻ ചോദിക്കുക. അതിന് ഒരു മറുപടി പറയുവാൻ ഈ കോട്ടയം ജില്ലയിലെ ജനാധിപത്യ സ്നേഹികൾ ഒരുമിച്ച് കൂടണമെന്ന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. നമ്മൾ ഇവിടെ വികസനം സംസാരിക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി എന്താ ചെയ്യുന്നത്? അവര് ചെയ്യുന്നത് അവരുടെ സഖാക്കൾക്ക് വികസനം ഉണ്ടാകുന്നുണ്ടോ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്? ഇപ്പോഴെ നമുക്ക് നോക്കിയാൽ അറിയാം, അവർ സഖാക്കളെല്ലാം വികസിക്കുന്നുണ്ട്, അവരുടെ അണികളെ എന്ത് കിട്ടുന്നുണ്ടെന്ന്. കേരളത്തിന്റെ ആദരണീയനായ ധനകാര്യമന്ത്രി ശ്രീ KM മാണി സാർ, അദ്ദേഹം പാലായിൽ 53 വർഷം MLA ആയിട്ടിരുന്ന് മത്സരിച്ച വിവിധ കേരള സംസ്ഥാനത്തെ 25 വർഷത്തിലധികം
മന്ത്രിയായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രസംഗം 1964 ഞാൻ പാലായിൽ ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതേ ആവേശത്തോടു കൂടി തന്നെയാണ് ഈ അവസാന തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങള് പാലക്കാട് എന്നെ ഉയർത്തി നിർത്തി ഈ കഴിഞ്ഞ എല്ലാ 13 തെരഞ്ഞെടുപ്പുകളിലും നിങ്ങൾ എന്നെ കയ്യിൽ ഉയർത്തി നിർത്തി. ഞാൻ പറയുന്നു, പാലാ നിയോജക മണ്ഡലത്തിലെ അല്ല കേരളത്തിലെ ഒരു സാധാരണ കർഷകൻ, അദ്ദേഹം പാടത്തും പണിശാലയിലും അല്ലെങ്കിൽ കർഷകരും കർഷക തൊഴിലാളികളും പണിയെടുക്കുന്ന പോലെ തന്നെയാണ് ഞാനും കേരള നിയമസഭയിൽ ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചത്. ഈ തെരഞ്ഞെടുപ്പില് പാലായ നിയോജക മണ്ഡലത്തിലെ എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരോട് ഞാൻ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പാലായുടെ പേര് സൽപ്പേര് കളഞ്ഞു കുളിച്ചിട്ടില്ല. ഇത് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണം, ആശീർവദിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, നമ്മള് ഇനി മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നവര് പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും പ്രിയ ജോർഡൻ നമുക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ഡ്രം സെറ്റ് നമുക്ക് വേണ്ടി പ്ലേ ചെയ്യുകയാണ്. Hey,
hey, hey. Sing along, hey, hey. This song, chip cha. This song, chip cha.